ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് പറയുവാണ്, അലീനെപ്പോലെ ഒരു മകളെ കിട്ടിയത് കൊണ്ട് മാത്രമാണ് മനസ്സിലെ ആ ദേഷ്യവും കൊടുങ്കാറ്റും എല്ലാം ഒന്ന് അടക്കി ബാലചന്ദ്രൻ ശാന്തനായത് എന്ന്. എന്നിട്ട് അലീനയെ ചേർത്ത് നിർത്തുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രൻ മനുവിനെ വിളിച്ച് സംസാരിക്കുകയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അലീനയെ സ്വന്തം മകളായിട്ട് ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഇനി വേണമെങ്കിൽ നിനക്ക് അവളെ വിവാഹം കഴിക്കാം. കാരണം നിൻ്റെ മുറപ്പെണ്ണാണ് അവൾ. ഞാൻ കൃഷ്ണമോൾക്കും ബബിതമോൾക്കും കൊടുക്കുന്ന സ്ഥാനവും സ്നേഹവും സ്വത്തും എന്താണെങ്കിലും തുല്യമായിട്ട് അലീനയ്ക്ക് കൊടുക്കും എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ മനു പറയുകയാണ്, അങ്കിൾ എന്നെ വീണ്ടും വീണ്ടും ഞെട്ടിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. ഏതായാലും മനുവിനോട് അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ ബാലേന്ദ്രൻ കാണുന്നത് വീട്ടിലുള്ള എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. കൃഷ്ണമോൾ അലീന ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞ് അവളുടെ പ്ലേറ്റ് എടുത്ത് വലിച്ചെറിയുകയാണ് രോഹിത്. അത് കണ്ടുകൊണ്ടാണ് ബാലേന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. ബാലേന്ദ്രൻ്റെ ആ നിൽപ്പും മട്ടുമൊക്കെ കാണുന്നത് എല്ലാം ഞെട്ടിപ്പോകുന്നുണ്ട്. ചാടി എഴുന്നേറ്റ് നിൽക്കുവാണ് രോഹിത്. ഇത്തിരി ദേഷ്യത്തിൽ ഇത്തിരി നെഞ്ചൊക്കെ വിരിച്ചു ചെന്നതാണ്. പക്ഷേ അടിച്ചവൻ്റെ കരണം പൊളിക്കുന്നുണ്ട്. ആകെ തകർന്നു നിൽക്കുന്നുണ്ട്. ബാലേന്ദ്രൻ്റെ അടുത്ത് ഒരുപാട് തർക്കത്തിനൊന്നും വൈജയന്തി പോകാൻ പേടിയായിട്ടാണെന്ന് തോന്നുന്നു. ഏതായാലും രോഹിത്തിന് കിട്ടാനുള്ളത് കിട്ടിബോധിച്ചു. ഇത് കാണുന്ന അലീനയ്ക്ക് ആകെ വിഷമമാകുന്നുണ്ട്. കാരണം അലീനയുടെ പേരിലാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എന്തായാലും ഈ പ്രശ്നങ്ങൾക്ക് ശേഷം വൈജയന്തി അലീനയോട് പറയുന്നുണ്ട്, നിനക്കിതൊക്കെ കാണുമ്പോൾ സന്തോഷം ആകുന്നുണ്ടായിരിക്കുമല്ലോ. സന്തോഷിക്കടി പിശാചേ, ഈ കുടുംബം എത്ര സന്തോഷമായിട്ട് സ്വർഗം പോലെ പോയതാണ് എന്നറിയാമോ? അത് നശിപ്പിക്കാൻ വേണ്ടി കയറി വന്ന പിശാചാണ് നീ എന്നൊക്കെ അലീനയോട് പറയുന്നുണ്ട്. അലീന അത് ഒരുപാട് സങ്കടത്തോടെ കേട്ടു നിൽക്കുന്നുണ്ട്. ഏതായാലും ബാലേന്ദ്രൻ രോഹിത്തിനെയും കൂടി അടിച്ച സ്ഥിതിക്ക് ആകെ പ്രശ്നമാകുന്നു. ചേട്ടന്മാരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. ഏട്ടന്മാർ എല്ലാവരോടും വന്ന് കാര്യങ്ങൾ പരിഹരിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ശിവേട്ടനും അതുപോലെ രാജീവും എല്ലാവരും നാട്ടിലേക്ക് വരികയാണ്. രാജീവിനെ വിളിച്ച് ശിവേട്ടൻ പറയുന്നുണ്ട്, നമ്മൾ നാട്ടിലേക്ക് പോകുന്നു. അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ടേ ഇനി തിരിച്ചു വരുന്നുള്ളൂ എന്ന്. അങ്ങനെ രണ്ടുപേരും കൊലപ്പള്ളിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പരിഹാരത്തിനായി ഏട്ടന്മാർ വന്നത് അറിഞ്ഞ് വൈജയന്തി തറവാട്ടിലേക്ക് പോകുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് അലീനയോട് പറയുന്നുണ്ട്, എടി എനിക്കൊരു ഡസൻ ആൾക്കാരുണ്ട് കുടുംബക്കാരായിട്ട്. അവരെല്ലാം നാളെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം കാണാനെന്ന് പറഞ്ഞ് ഒരു ഭീഷണിയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അലീന ഇത് ബാലേന്ദ്രനെ അറിയിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ഭയങ്കര കൂളാട്ടോ. ബാലേന്ദ്രൻ അറിയാലോ, കയ്യിലെ ഇരിക്കുന്ന ബോംബങ്ങ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ നാണം കെട്ട് തല താഴ്ത്തി ഇറങ്ങി ഓടും എന്നറിയാം. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ ടെൻഷനൊന്നുമില്ല. ഏതായാലും പറഞ്ഞ പോലെ തന്നെ 3-4 വണ്ടികളിലായിട്ട് കുടുംബക്കാരെല്ലാവരും കൂടി വന്നു കഴിഞ്ഞ് ബാലേന്ദ്രനെ വിളിക്കുക, നമുക്കങ്ങ് തുടങ്ങി വെക്കാം എന്ന് പറയുകയാണ്. ബാലേന്ദ്രൻ ഇറങ്ങി വരുമ്പോൾ ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, നീ ആരെയാണ് വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് എന്ന്. അതിന് ബാലേന്ദ്രൻ കൊടുക്കുന്ന മറുപടിയാണ്, കൊലപ്പള്ളി കതിക്കാൽ മാളിക വീട്ടിലെ തറവാട്ടുകാരെ മൊത്തത്തിലാണ് എന്ന്. അത് കേൾക്കുന്നതേ രാജീവൻ്റെ രക്തം അങ്ങ് തിളച്ചു കയറുന്നു. രാജീവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളുമായിട്ട് കൈ ചൂണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ശിവേട്ടൻ കുറച്ചു മയത്തിൽ കൈയൊക്കെ താഴ്ത്തിയിട്ട് പറഞ്ഞു ചെല്ലുന്നുണ്ട്. ആ തർക്കം കഴിയുമ്പോൾ ലാസ്റ്റ് സഹിയിട്ട് ബാലേന്ദ്രൻ രാജുവിൻ്റെ കരണം അടിച്ചു പൊളിക്കുന്നുണ്ട്. മിക്കവാറും തോന്നിവാസം പറഞ്ഞു കാണും അലീനയെയും ബാലേന്ദ്രനെയും കൂട്ടി. അതുകൊണ്ടായിരിക്കാം കാരണം നോക്കി ഒന്ന് കൊടുത്തത്. എന്നിട്ട് തിരിച്ചു കയറി പോകുന്ന ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി അലീനയുടെ വിഷയം പറഞ്ഞ് കൊലപ്പള്ളിയിൽ നിന്നും ഒരെണ്ണം എൻ്റെ വീട്ടിലേക്ക് വന്ന് കയറിയേക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ആകെ തകർന്നു നിൽക്കുവാണ് വന്ന എല്ലാവരും. ഏതായാലും കിട്ടേണ്ടവർക്കെല്ലാം രാജീവനും രോഹിത്തും സഹിതം എല്ലാവർക്കും കിട്ടാനുള്ളതൊക്കെ കിട്ടിബോധിച്ചിട്ടുണ്ട്.